ഹലോ ഗെയ്സ്, ഒരു വർഷം ഇതാ കണ്ണടച്ച് തുറക്കുന്ന മുൻപ് തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്ത ന്യൂ ഇയറൊക്കെ എത്താറായി. ഇനി ഒരു മാസം മാത്രം ഒരു ന്യൂ ഇയർ നമുക്ക് വരാനായിട്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും പല ന്യൂ ഇയർ റെസൊല്യൂഷനുകളും പുതിയ പ്ലാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഓരോ വർഷം തുടങ്ങുമ്പോഴും പല പല തീരുമാനങ്ങളും പല പല ചേഞ്ചസും വരുത്തണമെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ തുടക്കത്തിൻ്റെ ആവശ്യം മാത്രമേ കാണാറുള്ളൂ, പിന്നീട് ഒന്നും നടക്കാറില്ല. അതാണ് സത്യം. അപ്പോൾ അതുപോലൊരു തീരുമാനമായിട്ടാണ് ഞാനും വന്നിരിക്കുന്നത് കേട്ടോ. ന്യൂ ഇയറൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വെയിറ്റ് ലോസ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. വെയിറ്റൊക്കെ മുൻപുള്ള വർഷത്തെ അപേക്ഷിച്ച് നന്നായിട്ട് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വെയിറ്റ് കുറച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന അവസ്ഥയാണ് കേട്ടോ. സാധാരണ മിക്കവാറും രാത്രിയാണ് നടക്കാനായിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് രാത്രിയാണ് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറും നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലെ ഹസ്ബൻഡിൻ്റെ കൂടെ നടക്കാൻ സ്റ്റേഡിയത്തിലേക്ക് പോന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ മഴയും കാലാവസ്ഥയും വെച്ചിട്ട് രാത്രി നടക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ രാവിലെ നടന്നാലോ എന്ന തീരുമാനത്തിലോട്ട് വന്നത്. ഹസ്ബൻഡ് വെയിറ്റ് കൂടുതലായതുകൊണ്ട് രാവിലെ നടക്കാൻ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ 2 ദിവസത്തേക്ക് ഞാനും പോയി നടക്കാനായിട്ട്. കൂട്ടത്തിൽ നടക്കാനായിട്ട് മക്കളും കൂടിയിട്ടുണ്ട്. അവർക്ക് സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അവരും രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് രാവിലെ നടക്കാനായി വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ രാത്രി മാത്രമേ നടക്കാൻ കഴിയുകയുള്ളൂ. രാവിലെ കുട്ടികൾക്ക് ചോറൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ എണീക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ കഴിയാറില്ല. നടക്കാനുള്ള ടൈമും ഫുഡ് കുക്കിങ്ങും കാര്യങ്ങളുമായിട്ട് സമയം തികയില്ല. അപ്പോൾ നൈറ്റാണ് കൂടുതലും നടക്കാറ്. നൈറ്റ് ആകുമ്പോൾ ജോലിയൊക്കെ ഒതുങ്ങിയ ശേഷം സൗകര്യപ്രദം വീടിന് മുന്നിലെ വിശാലമായ റോഡിൽ തന്നെയാണ് നടക്കുന്നത്. നന്ദിയോടെ സ്റ്റേഡിയത്തിലാണ് നടക്കാനായിട്ട് വന്നിരിക്കുന്നത്. രാവിലെ നടക്കുന്നതിനായിട്ടും ധാരാളം പേർ അവിടെ വരുന്നുണ്ട്. മാത്രമല്ല കുട്ടികളും ഉണ്ട്. ഫുട്ബോൾ പ്രാക്ടീസിനുള്ള കുട്ടികളാണ് കുറച്ച് പേർ വന്നിരിക്കുന്നത്. ഹോക്കി പ്രാക്ടീസും സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. വലിയ സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശാലമായിട്ട് നടക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 77 കിലോയാണ്. എന്തായാലും കുറച്ച് വെയിറ്റ് കുറയ്ക്കേണ്ടി വരും. മാക്സിമം ഞാൻ 78 വരെയാണ് വെയിറ്റ് എനിക്ക് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഞാൻ കുറച്ചൊരു 72 വരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വെയിറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. എന്തായാലും കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്ത ഡയറ്റിനെ കുറിച്ചോ നിങ്ങൾ ചെയ്ത എക്സസൈസിനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഡയറ്റ് പ്ലാനോ വെയിറ്റ് ലോസ് ടിപ്സോ നിങ്ങൾക്ക് അറിയാവുന്നത് എനിക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്താൽ ഞാനും അത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതെന്ന് വെച്ചാൽ എനിക്ക് ക്രേവിങ്സ് ആണ്. എനിക്ക് ഷുഗർ ക്രേവിങ്സ് കൂടുതലാണ്. ഷുഗർ ഐറ്റംസ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതൊന്ന് ഒഴിവാക്കിയാൽ ഏകദേശം ഒന്ന് വെയിറ്റൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് കഴിയും. പക്ഷെ ഞാൻ ഓരോ പ്രാവശ്യവും ഡയറ്റ് എടുക്കുമ്പോൾ ഒരു 2-3 ദിവസമൊക്കെ എനിക്ക് ഷുഗർ കട്ട് ഓക്കെയാണ്. അത് കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ ഷുഗർ കട്ട് ചെയ്തതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ അത് കഴിക്കാറാണ് പതിവ്. അതുകൊണ്ട് ഷുഗർ കട്ടിങ് ചെയ്യാതെ തന്നെ ഒരു IMF ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ്, ഷുഗർ കട്ടിങ് പോലെ തന്നെയാണ്. 1 ആഴ്ച 2 ആഴ്ച അതിൽ കൂടുതലൊന്നും അങ്ങനെ നീണ്ടു നിൽക്കാറില്ല ചെയ്യുന്നത്. കൂടുതൽ പോയാൽ 1 മാസം. എന്നാലും വെയിറ്റ് ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ചേഞ്ച് വരുമ്പോഴത്തേക്ക് പിന്നീട് ഇനിയിപ്പോൾ ഫുഡ് കുറച്ചൊക്കെ കഴിക്കാമെന്ന രീതിയിൽ കഴിച്ച് വീണ്ടും തുടങ്ങും. വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ വീണ്ടും എക്സസൈസും ഡയറ്റും ഒക്കെ തുടങ്ങും. അങ്ങനെയാണ് പതിവ്. ഇപ്രാവശ്യം അതിലൊരു മാറ്റം വരുമോ എന്ന് നോക്കാം. നിങ്ങളാരെങ്കിലും ഇതുപോലെ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച ഏതെങ്കിലും വെയിറ്റ് ലോസ് ടിപ്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എനിക്കും കൂടി ഒന്ന് പ്രയോജനമാവട്ടെ. എക്സസൈസൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.